IOC ഉദയംപേരൂർ പ്ലാന്റിൽ ഹൗസ് കീപ്പിംഗ് കയറ്റിറക്ക് തൊഴിലാളികളുടെ സമരം മൂന്നാം ദിവസത്തിലേക്ക്. ഇടക്കാല ആശ്വാസം നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ തുടങ്ങിയ സമരം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ചർച്ച അലസിപ്പിരിഞ്ഞു. ദിനംപ്രതി 150-ലധികം ലോഡ് പോകുന്ന പ്ലാന്റിൽ നിന്നും കഴിഞ്ഞ 3 ദിവസമായി ഒരു ലോഡ് പോലും പോകാത്തത് പാചകവാതക ക്ഷാമം രൂക്ഷമാക്കി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഉദയംപേരൂർ പ്ലാന്റിലെ തൊഴിലാളികൾക്ക് ഇടക്കാല ആശ്വാസം നൽകാൻ കഴിയില്ലെന്ന് കരാറുകാരൻ അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. സെൻട്രൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികളും കരാറുകാരും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയെങ്കിലും പരിഹാരമാകാതെ പിരിയുകയായിരുന്നു. ഓരോ തൊഴിലാളിക്കും ഇടക്കാല ആശ്വാസമായി 10,000 രൂപ വീതം നൽകണമെന്നായിരുന്നു തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം. ഇടക്കാല ആശ്വാസം തരും, അത് ആര് തരും, എത്ര രൂപ തരും എന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഇടക്കാല ആശ്വാസം ഞങ്ങൾ 10,000 രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ന്യായമായും ഈ കരാറുകാരൻ്റെ പീരീഡ് ജനുവരിയിൽ അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ നടത്തിയ ജോലിക്ക് കിട്ടേണ്ടതാണ്. ആ തുകയെ സംബന്ധിച്ച് ഒരു ഉറപ്പുണ്ടാകണം. എന്നാൽ തൊഴിലാളികൾക്ക് വിഷുവിന് മുൻകൂറായി 7,000 രൂപ നൽകിയെന്നും ഇനി ലാഭവിഹിതം നൽകാൻ കഴിയില്ലെന്നുമാണ് കരാറുകാരൻ്റെ നിലപാട്. ഞാൻ 7,000 രൂപ ഒരാൾക്ക് വെച്ച് അഡ്വാൻസ് കൊടുത്തു. വിഷുവിൻ്റെ അഡ്വാൻസ് ആണ്, ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും ഞാൻ കൊടുത്തു. അത് എടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ 10,000 അഡ്വാൻസ് ഇടക്കാലം വേണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഈ 10 ദിവസത്തേക്ക് കൊടുക്കാൻ നിർവാഹമില്ല. സമരം തുടരുന്നതോടെ 11 ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം നിലക്കും. തൊഴിലാളി സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നതോടെ സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.